പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചതിനു ശേഷം നടക്കുന്ന ചർച്ചകൾ ഭരണ പ്രതിപക്ഷങ്ങളെ ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 13 വ്യാഴാഴ്ചയായിരുന്നു സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം. സമ്മേളന ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷ പ്രതിഷേധം കൊണ്ട് സഭ പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ ഒരു വിഷയവും അഭിസംബോധന ചെയ്യുന്നതിന് ഭരണപക്ഷം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തയ്യാറായില്ല. പാർലമെന്റ് നടപടികൾ അവസാനിച്ച വാർത്ത പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു ദിനപത്രത്തിൽ ഇങ്ങനെയൊരു പരാമർശമുണ്ടായിരുന്നു: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സഭയിൽ കാണാമായിരുന്നു എന്ന്. ജൂലൈ 20 ആരംഭിച്ച സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിനം പ്രധാനമന്ത്രി സഭയിലെത്തി എന്നത് പരാമർശ വിധേയമാകുന്നത് മറ്റു ദിവസങ്ങളിൽ അദ്ദേഹം എത്തിയില്ല എന്നതുകൊണ്ട് മാത്രമല്ല, സഭയിൽ പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണ് എത്തിയത് എന്നതിനാലായിരുന്നു. വന്ദേ മാതരവും ദേശീയഗാനവും പാടി പിരിയുന്ന ദിവസം സഭയിലെത്തി പരിഹാസ്യമാകുന്ന സ്ഥിതി. ഈ സഭാ സമ്മേളന കാലയളവ് അത്രമേൽ പ്രധാനപ്പെട്ടതായിരുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയത്തിൽ അവസാനിച്ചു എന്നത് ഒന്ന്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, രാമക്ഷേത്രത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ള, വിദ്യാർത്ഥി സമരത്തെ നേരിടുന്നതിന് സ്വീകരിച്ച മൃഗീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന മാർഗങ്ങൾ, പിന്നെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ, അവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആശങ്കകളും. രാജ്യത്തോട് BJPക്ക് മറുപടി പറയാൻ അത്രയധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന വേദി രാജ്യസഭയും ലോക്സഭയുമായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പുതുതലമുറയെ മാത്രമല്ല, രാജ്യത്തെ ആകെ പിടിച്ചുലച്ചു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമായി പുതുതലമുറയാകെ തെരുവിലിറങ്ങി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വീണ്ടും പരീക്ഷ നിശ്ചയിച്ചപ്പോൾ സമ്മർദ്ദം നേരിടാനാകാതെ 20ഓളം വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയത് രക്ഷകർത്താക്കളുടെ വേദനയായി. അവരും പ്രക്ഷോഭത്തെ പിന്തുണച്ചു. ഒരു മാസത്തോളം ഡൽഹിയിലെ കൊടും ചൂടിൽ തളരാത്ത വീര്യവുമായി സമരമിരുന്നപ്പോൾ ഗൗനിക്കാനോ സഭയിൽ വന്ന് തങ്ങളുടെ നിലപാട് പറയാനോ സർക്കാർ തയ്യാറായില്ല. അതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ ആകെ പിന്തുണയാർജിച്ച വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അതിനെ നികൃഷ്ടമായാണ് അമിത്ഷായുടെ പോലീസ് നേരിട്ടത്. എങ്കിലും പിൻവാങ്ങാതെ പ്രക്ഷോഭത്തിൽ ഉറച്ചുനിന്ന വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പല തന്ത്രങ്ങൾ പയറ്റിയിട്ടും പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല. മാത്രവുമല്ല, പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരായ നടപടികൾ തുടരുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സഭ നടക്കുമ്പോൾ അവിടെ വിഷയം ഉന്നയിക്കുകയെന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതാണ് അവർ ചെയ്തത്. സമ്മേളനത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആവശ്യം ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിട്ട നികൃഷ്ട രീതികളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നതായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭാ നടപടികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ സമ്മേളനം സമാപിക്കുന്നതിന്റെ തലേന്ന് താൻ സഭയിലെത്താമെന്നും ഏത് ചോദ്യത്തിനും ഉത്തരം പറയാമെന്നും അമിത്ഷാ വീമ്പിളക്കിയതായി വാർത്തകളുണ്ടായി. പിരിയുന്നതിന്റെ തലേന്നാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് എന്നതിൽ നിന്നു തന്നെ ഇത് നടക്കാനുള്ളതല്ലെന്ന് വ്യക്തമായിരുന്നു. കാരണം മുൻകൂട്ടി നിശ്ചയിക്കുന്ന അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് സഭാ നടപടികൾ നടക്കുന്നത്. കാര്യോപദേശക സമിതി യോഗം ചേർന്ന് സമ്മേളനം 13 അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇക്കാര്യം അറിയിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ചർച്ചയ്ക്ക് വേണ്ടിയല്ല താൻ തയ്യാറായെന്നും പ്രതിപക്ഷം യോജിച്ചില്ലെന്നും വരുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തം. 12 ബില്ലുകൾ പാസാക്കാനായി എന്നതിനാൽ സഭാ സമ്മേളനം വിജയകരമെങ്കിലും ചർച്ചയുടെയും സംവാദങ്ങളുടെയും കാര്യത്തിൽ വർഷകാല സമ്മേളനം 19% പ്രയോഗക്ഷമതയെ കൈവരിച്ചുള്ളൂവെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയുണ്ടായി. അതുതന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത്. തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ ചർച്ചയില്ലാതെ പാസാക്കിയെടുക്കുക, അതോടൊപ്പം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചും അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചും ജനകീയ പ്രശ്നങ്ങളും സുപ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് തടയുക. ചർച്ച നടന്നാൽ തങ്ങളുടെ പൊയ്മുഖങ്ങളും അവകാശവാദങ്ങളിലെ കാപട്യവും തുറന്നു കാട്ടുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ജനങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയാത്തത്രയും വൈകല്യം ബാധിച്ചു എന്നതിനാലാണ് സഭാ സമ്മേളനങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ അവർ വിമുഖത കാട്ടുന്നത്.